കൊച്ചി കാക്കനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കുരുണ പൊടി എറിഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 2 അധ്യാപകർക്കെതിരെയും 6 വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കുരുണം എറിഞ്ഞ സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരയായ കുട്ടിക്ക് നേരെ നായ്ക്കുരുണം എറിഞ്ഞ സഹപാഠിയെ 1-ാം പ്രതിയാക്കിയും ക്ലാസ്സിൽ നായ്ക്കുരുണം കൊണ്ടുവന്ന കുട്ടിയെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ ഇരയായ വിദ്യാർത്ഥിനിക്ക് മതിയായ സംരക്ഷണമോ പിന്തുണയോ നൽകാതിരുന്ന 2 അധ്യാപകരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നായ്ക്കുരുണ ആക്രമണം നിസ്സാരവൽക്കരിക്കുകയും ഗുരുതര ആരോഗ്യ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടെ സ്കൂളിൽ വരാൻ അധ്യാപകർ സമ്മർദ്ദം ചെലുത്തിയതായും ഇരയായ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ മുതുകത്ത് സ്ഥിരമായി ഡിസ്ക് കൊണ്ട് ഇടിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന പരാതിയിൽ മറ്റു 2 സഹപാഠികൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇരയായ വിദ്യാർത്ഥിനിയുടെയും അമ്മയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നടപടികളെല്ലാം വേഗം പൂർത്തീകരിച്ച് ഇതിനെല്ലാം കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെയും, അധ്യാപകർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ചേർത്തല്ല, ഈ സ്കൂളിലെ പ്രധാനമായും ശ്രീകാന്ത്, ജിഷ എന്ന അധ്യാപകരെ മാറ്റി നിർത്തി ആ സ്കൂളിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ വികസനത്തെ കണക്കുകൂട്ടിയും ഈ സ്കൂളിൽ നിന്നുണ്ടായ അനീതികേടിന് എൻ്റെ മകൾക്ക് തക്കതായ നീതിയും കിട്ടണമെന്നുമാണ് എൻ്റെ പ്രതീക്ഷ. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥിനികൾ SSLC പരീക്ഷ എഴുതുന്നതിനാൽ പരീക്ഷയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. നായ്ക്കുരുണം മറ്റു കുട്ടികളെ കാണിക്കാൻ കൊണ്ടുവന്നതാണെന്നും അബദ്ധത്തിൽ ഇരയായ വിദ്യാർത്ഥിനിയുടെ ശരീരത്ത് വീഴുകയായിരുന്നെന്നുമാണ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ വാദം. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ഇരയായ വിദ്യാർത്ഥിനിക്ക് കടുത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.